ഹായ് ഓൾ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രസിദ്ധ കൊളംബിയൻ റൈറ്ററായ ഗബ്രിയേൽ ഗാർസിയ മാർക്കസിന്റെ എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് എന്ന സ്റ്റോറിയാണ്. 10ാം ക്ലാസ്സിൽ മാറിയ ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ ചാപ്റ്ററാണിത്. ഈ കഥയുടെ ഒരു ബ്രീഫ് സമ്മറിയാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ്, വലിയ ചിറകുകളുള്ള ഒരു പടുവൃദ്ധനായ മനുഷ്യൻ എന്നാണ് ഈ കഥയുടെ തലക്കെട്ട്. ഈ കഥ നടക്കുന്നത് ഒരു കോസ്റ്റൽ വില്ലേജിലാണ്, ഒരു തീരപ്രദേശത്തുള്ള ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണ്. പ്രധാന കഥാപാത്രങ്ങൾ: 1 ചിറകുകളുള്ള വൃദ്ധൻ, 2 പെലായോ, 3 എലിസണ്ട, പെലായോയുടെ ഭാര്യ എലിസണ്ട. പെലായോ ഒരു ബെയിലിഫാണ്. കോടതിയിലെ ഒരു ഉദ്യോഗസ്ഥന്റെ ഡെസിഗ്നേഷനാണ് ബെയിലിഫ്. അദ്ദേഹം ഒരു ബെയിലിഫായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ഒരു ദിവസം ജോലി കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് തിരികെ എത്തുന്ന സമയത്ത് എന്തോ ഒന്ന് വീടിന്റെ മുറ്റത്ത് പിൻഭാഗത്ത് നിന്ന് എന്തോ ഒന്ന് അനങ്ങുന്നതായിട്ടും മുരളുന്നതായിട്ടും തോന്നുകയാണ്. അതെന്താണെന്ന് അറിയാനായിട്ട് അദ്ദേഹം അടുത്തുപോയി നോക്കുന്നു. അപ്പോൾ അദ്ദേഹം കാണുന്നത് ചളിയിൽ വീണ് കിടക്കുന്ന വൃദ്ധനായ ചിറകുള്ള ഒരു മനുഷ്യനെയാണ്. പെട്ടെന്ന് അദ്ദേഹം വല്ലാതെ ഷോക്ക്ഡ് ആവുകയും ഉടനെ തന്നെ ഭാര്യയായ എലിസണ്ടയുടെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇവർ രണ്ടുപേരും, എലിസണ്ടയും പെലായോയും, ഈ മനുഷ്യനെ കുറെ നേരം നോക്കി നിൽക്കുകയും ആദ്യത്തെ അവരുടെ ഞെട്ടലും ഭയവും മാറുകയും ഈ മനുഷ്യനോട് വേറെ ബോസ് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് വൃദ്ധനായ ആ വൃദ്ധൻ മറുപടി പറഞ്ഞത് ഇവർക്കാർക്കും മനസ്സിലാകാത്ത ഏതോ ഒരു അജ്ഞാത ഭാഷയിലാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം ഒരു നാവികന്റേതുപോലെ വളരെ ഉറച്ചതായിരുന്നു. അപ്പോൾ അവര് വിചാരിച്ചു, ഒരു പക്ഷേ ഈ മനുഷ്യൻ കപ്പൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന ഏതോ നാവികനാകാം എന്ന് വിചാരിച്ചു. തുടർന്ന് അയൽവക്കത്തെ ഒരു സ്ത്രീയെ അയൽക്കാരിയെ അവർ വിളിക്കുന്നു. ആ അയൽക്കാരി ഈ മനുഷ്യനെ കണ്ട ഉടനെ തന്നെ പറയുന്നു, ഇദ്ദേഹം ഒരു മാലാഖയാണ്. അസുഖം ബാധിച്ച അവരുടെ കുഞ്ഞിനെ, പെലായോയുടെയും എലിസണ്ടയുടെയും അസുഖം വന്ന കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് എത്തിയ മാലാഖയാണ്. പക്ഷെ വൃദ്ധനായ ക്ഷീണിതനായ ഈ മാലാഖ മഴയത്ത് താഴെ വീണതാവാം എന്ന് ആ അയൽക്കാരി പറയുന്നു. അങ്ങനെ അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് പെലായോയും എലിസണ്ടയെയും ഈ മനുഷ്യനെ വലിച്ചിഴച്ച് അവരുടെ കോഴിക്കൂടിനകത്തിട്ട് അടച്ചിടുന്നു. രാത്രി അത്ഭുതകരമായി അവരുടെ കുഞ്ഞിന്റെ അസുഖം പെട്ടെന്ന് ഭേദമാകുന്നു. അതോടുകൂടി അവർക്ക് ഈ മനുഷ്യനോട് ദയ തോന്നുന്നു. പിറ്റേന്ന് തന്നെ ഈ മനുഷ്യനെ ഒരു ചങ്ങാടത്തിൽ കടലിലേക്ക് ഇറക്കി വിടാൻ അവർ തീരുമാനിക്കുകയും ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ ഉണർന്നു നോക്കുമ്പോൾ വീടിന്റെ മുറ്റത്ത് ഒരുപാട് അയൽക്കാരെ കാണുന്നു. ഈ അയൽക്കാരൊക്കെ ഈ കൂട്ടിലടയ്ക്കപ്പെട്ട അല്ലെങ്കിൽ കോഴിക്കൂട്ടിലടയ്ക്കപ്പെട്ട ഈ മാലാഖയെ കാണാൻ എത്തിയതാണ്. പിന്നീട് ഈ ആളുകളുടെ എണ്ണം, മാലാഖയെ കാണാൻ അവിടെ എത്തുന്ന ആളുകളുടെ എണ്ണം കൂടുകയും ഈ അവസരം ചൂഷണം ചെയ്യാൻ എലിസണ്ടയും പെലായോയും തീരുമാനിക്കുകയും ചെയ്യുന്നു. അവർ ഈ മാലാഖയെ കാണാൻ എത്തുന്ന ആളുകളിൽ നിന്നും പണം ഈടാക്കുന്നു. ഫീസ് ചാർജ് ചെയ്തിട്ടാണ് ഈ മനുഷ്യനെ കാണാൻ അനുവദിക്കുന്നത്. അങ്ങനെ അത് അവർക്കൊരു സമ്പാദ്യമായിട്ട് മാറുന്നു. വളരെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഈ മാലാഖയെ കാണാൻ ആളുകൾ എത്തുന്ന ആളുകൾ ഈ മനുഷ്യനെ ചിലപ്പോൾ കല്ലെടുത്തെറിയുന്നു. ഇയാള് ചിറക് നിവർത്തി എഴുന്നേറ്റ് നിൽക്കുന്നത് കാണാനുള്ള കൗതുകം കൊണ്ട് ഇദ്ദേഹത്തെ കല്ലെടുത്തെറിയുന്നവരുണ്ട്. വലിയ അസുഖങ്ങളുള്ള ആൾക്കാർ ഇദ്ദേഹത്തെ കണ്ടിട്ട് അസുഖം ഭേദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചിലര് കാലിന് അസുഖമുള്ള ആൾക്കാരൊക്കെ ഇദ്ദേഹത്തിന്റെ ചിറകിലെ തൂവല് പറിച്ചെടുത്തിട്ട് കാലിന് വയ്യാത്ത ആ ഭാഗത്ത് ആ തൂവല് കൊണ്ട് തൊട്ടൊഴിയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. അങ്ങനെ ക്രമേണ എലിസണ്ടയും പെലായോയും വലിയ ധനികരായിട്ട് മാറുന്നു. ഈ സമയത്താണ് അവിടെ ഒരു ട്രാവലിംഗ് ഷോ വരുന്നത്. ആ ട്രാവലിംഗ് ഷോയുടെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഞൊടിയിടയിൽ ചിലന്തിയായിട്ട് മാറിയ ഒരു സ്ത്രീയായിരുന്നു. അതുകൊണ്ട് അത് കാണാനായിട്ട് ട്രാവലിംഗ് ഷോ കാണാനായിട്ട് ആളുകൾ പോകുന്നു. അതിന് മറ്റൊരു കാരണം, ട്രാവലിംഗ് ഷോയുടെ ഫീസ് എന്ന് പറയുന്നത് മാലാഖയെ കാണാനുള്ള ഫീസിനേക്കാളും കുറച്ചായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരും ഈ മനുഷ്യനെ, ഈ വൃദ്ധനെ മറന്നുപോകുന്നു. സന്ദർശകർ ഇല്ലാതായത് പെലായയ്ക്കോ എലിസണ്ടയ്ക്കോ ഏതെങ്കിലും രീതിയിൽ അലോസരം ഉണ്ടാക്കുന്നില്ല. കാരണം ഇതിനകം തന്നെ അവർ
ആവശ്യത്തിലധികം പണം ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. ഒരു ഇരുനില മാളിക ഉണ്ടാക്കി. പക്ഷെ കോഴിക്കൂട് പഴയതുപോലെ അവിടെ തന്നെ നിലനിന്നു. ആ കോഴിക്കൂടിനകത്ത് വൃദ്ധനും. ഈ കുട്ടി, അവരുടെ കുഞ്ഞ് വളരാൻ തുടങ്ങി, അതിന് പല്ല് മുളച്ചു, കോഴിക്കൂട് തകരാൻ തുടങ്ങി. തകർന്നുകൊണ്ടിരിക്കുന്ന കോഴിക്കൂടിനകത്ത് ഈ കുഞ്ഞ് കയറി കളിക്കുന്നതൊക്കെ സ്ഥിരമായിട്ട് മാറി. ഒരിക്കൽ പെലായോയ്ക്കും എലിസണ്ടയ്ക്കും ചിക്കൻ പോക്സ് വന്നു. ഡോക്ടർ പരിശോധിക്കാനായിട്ടെത്തി. ഈ കുഞ്ഞിനെ പരിശോധിച്ചു. കൗതുകം തോന്നിയ ഡോക്ടർ ആ വൃദ്ധനായ മാലാഖയെയും പരിശോധിച്ചു. ഡോക്ടർക്ക് അമ്പരപ്പ് തോന്നി. കാരണം മാലാഖയുടെ ചിറകുകൾ മനുഷ്യരുടെ കൈകാലുകൾ പോലെ വളരെ ഒറിജിനലായിട്ട്, വളരെ നോർമലായിട്ടും ഡോക്ടർക്ക് ഫീൽ ചെയ്തു. അവരുടെ കുഞ്ഞ് വളർന്നു, സ്കൂളിൽ പോകാൻ തുടങ്ങി. ക്രമേണ ആ കോഴിക്കൂട് തകർന്നു. പിന്നീട് ആ വൃദ്ധൻ അവിടങ്ങളിലൂടെ വേച്ച് നടന്നു. ഒടുവിൽ ആ വൃദ്ധനെ പെലായോ വീടിനടുത്തുള്ള ഒരു ഷെഡിലേക്ക് മാറ്റുന്നു. ക്രമേണ ഈ വൃദ്ധന് പനി വരാൻ തുടങ്ങി. അദ്ദേഹം ക്ഷീണിച്ചു. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് മരണം സംഭവിക്കും എന്ന് പെലായോ വിചാരിച്ചു, എലിസണ്ട വിചാരിച്ചു. മാസങ്ങളോളം അങ്ങനെ അദ്ദേഹം അനങ്ങാതെ ക്ഷീണിച്ച് ജീവിച്ചു. പക്ഷേ ഡിസംബർ ആദ്യവാരമായപ്പോഴേക്കും അദ്ദേഹത്തിൽ മാറ്റം കാണാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ചിറകുകളിൽ പുതിയ തൂവലുകൾ വിരിയാൻ തുടങ്ങി. ഒരു ദിവസം ലഞ്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് എലിസണ്ട ഉള്ളി കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാറ്റടിച്ചു. എലിസണ്ട ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. അപ്പോൾ ഷെഡിനകത്ത് നിന്നും ഈ വൃദ്ധനായ മാലാഖ ആദ്യമായിട്ട് പറക്കാൻ ശ്രമിക്കുന്നത് കണ്ടു. ആദ്യ ശ്രമങ്ങളൊക്കെ പരാജയമായിരുന്നു. പറക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഷെഡിന്റെ മുകളിൽ ചെന്ന് തട്ടി വീണ്ടും താഴെ വീഴുകയൊക്കെ ചെയ്യുന്നു. ക്രമേണ ആ വൃദ്ധനായ മാലാഖ തന്റെ ശരീരം വായുവിൽ ബാലൻസ് ചെയ്ത് നിർത്തുകയും പറന്നകന്നു പോവുകയും ചെയ്യുന്നു. എലിസണ്ട വളരെ സന്തോഷത്തോടെ ആ വൃദ്ധൻ പറന്നകലുന്നത് നോക്കി നിന്നു. ഇതാണ് കഥയുടെ സാരം. ഇവിടെ ഗബ്രിയൽ ഗാർസിയ മാർക്കസ് വളരെ ഫേമസ് ആയ കൊളംബിയൻ റൈറ്ററാണ്. അദ്ദേഹമാണ് മാജിക്കൽ റിയലിസം എന്ന ഒരു എഴുത്ത് രീതി പോപ്പുലർ ആക്കിയത്. ഇപ്പൊ ഈ കഥയിൽ അദ്ദേഹം മാജിക്കൽ റിയലിസം ഉപയോഗിച്ചിട്ടുണ്ട്. മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞാൽ കഥയിൽ തീർത്തും അസ്വാഭാവികമായ സംഭവങ്ങൾ ഉണ്ടാവും. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അസ്വാഭാവികമായ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുകയും എന്നാൽ ആ കഥയിലെ കഥാപാത്രങ്ങൾ വളരെ നോർമലായിട്ട് അതിനോട് ബിഹേവ് ചെയ്യുകയും ചെയ്യും. ഇതിൽ തീർത്ത അസ്വാഭാവികമായ രണ്ട് കഥാപാത്രങ്ങളെ നമുക്ക് കാണാം. ഒന്ന് ഈ വൃദ്ധനാണ്, ചിറകുകളുള്ള വൃദ്ധൻ. മറ്റൊന്ന് പെട്ടെന്ന് ചിലന്തിയായിട്ട് മാറിയ ഒരു സ്ത്രീ. ഈ രണ്ടു പേരോടും ഉള്ള ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നോർമലായിരുന്നു. ഒരു ചെറിയ സർപ്രൈസിനപ്പുറത്ത് വലിയ ഒരു ഷോക്കോ കാര്യങ്ങളോ ഒന്നും ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. ഈ രീതിയിൽ കഥ പറയുന്നതിനെയാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. ഈ കഥയിൽ ഒരിടത്തും ആ വൃദ്ധന്റെ ഐഡന്റിറ്റിയെ കുറിച്ച് പറയുന്നില്ല. അയാൾ ശരിക്കും ഒരു മാലാഖയായിരുന്നോ എന്നൊന്നും പറയാതെയാണ് ഈ കഥ അവസാനിപ്പിക്കുന്നത്. ഈ കഥ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഇതാണ്: നമ്മളെക്കാൾ ദുർബലരായ, നമ്മളിൽ നിന്ന് തീർത്തും വ്യത്യസ്തരായ ആളുകളോടോ ജീവികളോടോ ഒക്കെയുള്ള നമ്മുടെ ക്രൂരമായ സമീപനം, അതാണ് ഈ കഥയിൽ